ദിവസം മുഴുവൻ തിരഞ്ഞിട്ടും ശശിക്കും കൂട്ടർക്കും അപ്പുക്കുട്ടനെ കണ്ടെത്താനായില്ല. ക്ഷീണിച്ചവശരായി അവർ കിടന്നുറങ്ങി. ആ രാത്രി രമണ, പുഷ്കര, തൊമ്മിച്ച, അപ്പുക്കുട്ടന്റെ വിധി കൂട്ടുകാരെയും തേടിയെത്തിയിരിക്കുന്നു. ദുരൂഹതകളേറുന്നു. ശശിയുടെ സംശയങ്ങളും. അപ്പുക്കുട്ട, ആ കുപ്പി. ഒരു വെള്ളി ട്രൗസർ ഇട്ടുകൊണ്ടാ. ഞാൻ വീണായി, CR വീണായി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ഞാൻ വൈസ് പവനായി. ഞമ്മള് ശുചായി, അസിസ്റ്റന്റാ. ഞങ്ങൾ ശവമായി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടായി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ പെട്ടി, ആ ചെറിയ പെട്ടി. ആ പെട്ടി എനിക്ക് വേണം. പെട്ടിയാ? എന്തോന്ന് പെട്ടി? ഓറാക്കുന്നുടാ. വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മയുണ്ടാകും. അന്നൊരു യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് തുണ്ടുണ്ടാക്കിയിരുന്നു. തുണ്ടുള്ള പെട്ടി എവിടെ? ആ പെട്ടി തരാതെ ആരും പോയില്ല. നീ പെട്ടി തരില്ലടാ. അവനെ തല്ലരുത്. ഞാൻ പറയാം കുപ്പി എവിടെ ഉണ്ടെന്ന്. അത് പോർട്ടിക്കോന്റെ അവിടെയുള്ള കുളത്തിലുണ്ട്. വേണായി പോയി എടുത്തു. ശുചായി, go get it. Come my boy, welcome. വരൂ വരൂ വരൂ. പവനായി, get the പെട്ടി. കൊണ്ടുവരും നോക്കട്ടെ. My God. ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്ന പെട്ടി? അങ്ങനെ വീണായി ശവമായി. അല്ല, ആക്ച്വലി എന്താ സംഭവിച്ചത്? അന്ന് നിങ്ങളെല്ലാം കാണാതായ രാത്രിയിൽ ഞാൻ പ്രിൻസിപ്പാളിനെ ചെന്ന് കണ്ടു. വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം. അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. അപ്പുക്കുട്ടന്റെയും നിങ്ങളുടെയും തിരോധാനത്തെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അസാധാരണമായ ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. അത്യപൂർവമായ ഒരു സൈക്കിക് വൈബ്രേഷന്റെ അനുഭൂതി എനിക്ക് ഫീൽ ചെയ്തു. പുലിക്കോസിസിൽ നിന്ന് സിലിക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ കാണാക്കയങ്ങളിൽ ഓടിയിടുന്ന മനസ്സ്, കൊലപാതക പ്രവണതയുള്ളൊരു മനസ്സ്. സത്യാവസ്ഥ അറിയാൻ അദ്ദേഹത്തിന്റെ
വ്യക്തി ജീവിതത്തിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങി. ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഞാൻ അറിഞ്ഞത്. സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പാളിന്റെ മകൻ ഇതുവരെ ഫസ്റ്റ് ഇയർ MBBS പാസ്സായിട്ടില്ല. സ്വന്തം മകന് വേണ്ടി എന്തു നാറിയ കളിയും അദ്ദേഹം കളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഫസ്റ്റ് ഇയർ പാസ്സാവാൻ നിങ്ങളുണ്ടാക്കിയ തുണ്ട്, അതായിരുന്നു അവന്റെ ലക്ഷ്യം. അതറിഞ്ഞ നിമിഷം മുതൽ അയാളെ ഞാൻ പിന്തുടരുകയായിരുന്നു. ആ യാത്ര അയാളുടെ ഈ സങ്കേതത്തിൽ എന്നെ എത്തിച്ചു. ദ വൊളൂമി ഓഫ് സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന ഒരു ഹിപ്നോട്ടിക് മെത്തേഡിലൂടെ ഞാൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം അതല്ലേ എല്ലാം. ഒരിക്കലും തീരാത്ത സംശയങ്ങളുമായി ശശിയുടെ യാത്ര തുടരുന്നു. അഗ്രഹാരത്തിന്റെ അനന്ത പദങ്ങളിലേക്ക്, കൃത്യജയത്തിന്റെ അമർത്യതയിലേക്ക്, മൃതിയുടെ കാണാ കയങ്ങളിലേക്ക്, പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക്.